നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിനെ കണ്ണു പിടിക്കാത്തതുകൊണ്ട് എന്തും പറയാമെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ടാണ് മോദി സർക്കാർ പഹൽഗാമിൽ നടത്തിയ തിരിച്ചടി പോലും വിമർശിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ തീവ്രവാദത്തിനെതിരെ സ്വീകരിക്കുന്ന കർക്കശമായ നടപടിയാണ്. അതുകൊണ്ടാണ് പഹൽഗാമിൽ കാരണം കൂടാതെ ചോര ചിന്തിയവരെ പഠിപ്പിക്കുന്ന നയമാണ് കേന്ദ്രം സ്വീകരിച്ചത്. പാകിസ്ഥാനിലെ എല്ലാ അഹങ്കാരവും തീർത്തുകൊണ്ടാണ് അവർക്ക് ഇന്ത്യ മറുപടി നൽകിയത്. ഒടുവിൽ ഗതികേടിലായ പാകിസ്ഥാൻ കരഞ്ഞു കാലു പിടിച്ചപ്പോഴാണ് ഇന്ത്യ ആ വെടിനിർത്തൽ അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഇന്ത്യയുടെ ഈ നിലപാടിനെ പോലും കാരണമില്ലാതെ വിമർശിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും സ്വീകരിക്കുന്നത്. തെളിവ് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി പഹൽഗാം ആക്രമണശേഷം ജമ്മു കാശ്മീരിലേക്ക് പോയത് എന്തിനാണ്? ശരിക്കും രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന നിലപാട് വിവരമില്ലായ്മയാണ്. രാജ്യം നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴും കോൺഗ്രസിന് പാകിസ്ഥാന്റെ ഭാഷയായിരുന്നു. കോൺഗ്രസ് സേനയെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തെയും സൈന്യത്തെയും അപമാനിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്തിൽ നടന്ന 3 ഭീകരാക്രമണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ തക്കതായ മറുപടി നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യം കണ്ടില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉറി ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തുകയും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം വ്യോമാക്രമണം നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ വീട്ടിൽ കയറിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയത്. പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇതിന്റെ ഭയത്തിലാണ് പാകിസ്ഥാൻ ആണവ ഭീഷണി മുഴക്കിയത്. ഒന്നും സംഭവിക്കില്ലെന്ന് കോൺഗ്രസും കരുതിയിരുന്നു. എന്നാൽ നമ്മുടെ ധീരമായ സൈനികർ പാക് ഭീകരരുടെ ആസ്ഥാനം തകർത്തു തരിപ്പണമാക്കി. പാകിസ്ഥാനെ അടപടലം പൂട്ടുന്ന നടപടിയായിരുന്നു ഇന്ത്യ എടുത്തിരുന്നത്. അടിയെങ്കിൽ തിരിച്ചടി, അതിന് ഒരു മാറ്റവും വരുത്തില്ല എന്നതായിരുന്നു ഇന്ത്യയുടെ നയം. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ മിസൈലുകളെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതും സിന്ധു ജലക്കര റദ്ദാക്കിയതും പിന്നെ പാകിസ്ഥാനിലേക്കുള്ള സകല കയറ്റുമതികൾ നിരോധിക്കുകയും ചെയ്തു. പിന്നെ ഇന്ത്യ ചെയ്യാവുന്ന പ്രതികാരങ്ങളെല്ലാം ചെയ്തിട്ടും ഇന്ത്യ എന്തു ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. പാകിസ്ഥാന്റെ അവസ്ഥ നോക്കിയാൽ ഇന്ത്യ നൽകിയ തിരിച്ചടി എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുവാനും അതിനായുള്ള കാര്യങ്ങൾ കേന്ദ്രം ചെയ്തു വരികയാണ്. മാവോയിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യണമെന്നത് കേന്ദ്രത്തിന്റെ അജണ്ടയാണ്. എന്നാൽ അവരുമായി ചർച്ച വേണമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. അവിടെ തന്നെ അവരുടെ കുത്തിത്തിരിപ്പ് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 40 വർഷത്തിനിടെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 40,000 വനവാസികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മാവോയിസ്റ്റുകൾക്ക് കോൺഗ്രസ് അഭയം നൽകുമോ എന്ന ആശങ്ക തങ്ങൾക്കിടയിലുണ്ട്. തെലങ്കാനയെ മാവോയിസ്റ്റ് കേന്ദ്രമാക്കാൻ ജനങ്ങൾ അനുവദിക്കരുത് എന്നാണ് അമിത്ഷാ പറയുന്നത്. എന്തായാലും മാവോയിസ്റ്റുകൾ കീഴടങ്ങിയാലും ഇല്ലെങ്കിലും 2026 മാർച്ചിന് മുമ്പ് രാജ്യത്ത് നക്സലിസം അവസാനിപ്പിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു.